ആർക്കെന്താ തപ്പൻ ചേട്ടാ, വല്ല ജോലിയും ചെയ്യുന്നു എന്ന് കേട്ടാൽ ചേട്ടന് സന്തോഷമാവും. ചേട്ടത്തെ അമ്മ കോപിച്ചാലോ? ഞാൻ അവരുടെ അടുത്തേക്ക് പോകുന്നത് തന്നെ എപ്പോഴാണ്? ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ കളവും തട്ടിപ്പറിയും തന്നെ തുടങ്ങേണ്ടി വരും. അതു ചെയ്യാൻ പോയിട്ടല്ലേ പ്രീതം പ്രഭൃതികളുടെ തല്ലുകൊണ്ട് മരിച്ചത്. പ്രീതം ആരാണ്? 3-ാം നമ്പറിൽ താമസിച്ചിരുന്നു. 3-ാം നമ്പർ അറിയില്ലേ? തല്ലി തല്ലി കൊന്നു കളഞ്ഞു. അതൊന്നും ഇനി ഓർക്കണ്ട. എനിക്കൊരു ചിന്തയാണ്, എൻ്റെ കൂടെ ജോലി ചെയ്തിട്ട് നിനക്ക് ആപത്ത് വരുമോ? സബൂജ് ചിരിച്ചു. അവൻ്റെ പല്ലുകൾക്ക് എന്ത് തിളക്കം! ടെമ്പററി ആക്കി വെക്കും അല്ലേ? ഞങ്ങൾക്കൊരിക്കലും പെർമനൻ്റ് ആവാനാവില്ല തപൻ ചേട്ടാ. അടക്കാക്കത്തിയുടെ ഇടയിലാണ് ജീവിതം. തനി പ്രീതമാകാൻ സാധിക്കുന്നില്ല. മാന്യന്മാരുടെ വീട് എന്നൊക്കെ അമ്മ പറയുന്നത് കേൾക്കാം. അതൊക്കെ വെറും നുണ. അച്ഛനൊരു ഡ്രസ്സറായിരുന്നു. കാലേ മരിച്ചുപോയി. ചേട്ടൻ ട്യൂഷൻ എടുത്താണ് സ്വയം പഠിച്ചത്. വീട്ടിൽ നിന്ന് പോയി, ജയിലിൽ പോയി തിരിച്ചു വന്നു. അമ്മയെ സ്കൂളിലെ വേലക്കാരിയെന്നോ ആയെന്നോ പറയാം. എന്നിട്ട് എന്ത് മാന്യന്മാരാണ് ഞങ്ങൾ. ചമ്പകച്ചേട്ടൻ്റെ അച്ഛനമ്മമാർ തീർച്ചയായും നല്ല മനുഷ്യന്മാരായിരുന്നു. ചമ്പകച്ചേട്ടൻ മരിച്ചതോടെ അവർ ടൗൺ വിട്ടുപോയി. തീർത്ഥൻ ചേട്ടന് ഞങ്ങളെ വെറുപ്പാണ്. സോമജിത്ത് ചേട്ടൻ കണ്ടാൽ സംസാരിക്കും. ഒരു ദിവസം സിഗരറ്റും തന്നു. നീ ടൗണിൽ എന്ത് കേൾക്കുന്നുവോ അതെല്ലാം എന്നോട് വന്നു പറയണം. ഭവാനി ബാബുവിനോട് പറയാറുണ്ടായിരുന്നു. പറഞ്ഞില്ലെങ്കിൽ എന്നെ ശാസിക്കാറുണ്ട്. പക്ഷേ തപൻ ചേട്ടനോട് ഞാൻ എല്ലാം പറയാം. ശരി, പോകാം. തപൻ ചേട്ടൻ്റെ കൂടെ ഇരുന്ന് ഞാൻ സംസാരിക്കുന്നത് 5 പേർ കണ്ടില്ലേ? നാളെ മുതൽ നോക്കിക്കോളൂ, എല്ലാവരും എന്നെ കുറച്ച് ഭയന്നു നടക്കും. നടക്ക്. ഒരു പക്ഷേ നാളെ തന്നെ നിന്നെയും കൂട്ടി ഇറങ്ങാം. ഒരു കാര്യം, ജോലി കമ്പനി തുടങ്ങട്ടെ. ഇന്നു മുതൽ നീ എൻ്റെ പേറോളിലായി കഴിഞ്ഞു. ജോലി ചെയ്യുന്നതിനനുസരിച്ച് മാസശമ്പളം തരും. വസുന്ധര, കമ്പനിക്കിത്ര പുരോഗതിയുണ്ടാകുമെന്ന് ടൗണിൽ ആരും വിചാരിച്ചിരുന്നില്ല. ടൗൺ തപനെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു തന്നെയിരുന്നു. ഇതൊക്കെ വെറും സ്റ്റണ്ടാണെന്ന് നന്ദിത വെറുതെ പറഞ്ഞതല്ല എന്ന് തീർത്ഥൻ പറഞ്ഞു. സോമജിത്ത് പറഞ്ഞു. സ്റ്റണ്ട് എന്ന് എങ്ങനെ പറയാം? മനുഷ്യരിവിടെ എത്ര ആനന്ദിച്ചു കഴിയുന്നു. ജനങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിച്ചു. സബൂജ്, കുശൻ, ക്ഷിതി, വീരു എന്നിവരോടൊപ്പം തപൻ ടൗണിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചുറ്റി നടക്കുന്നുണ്ട്. തപൻ മോട്ടോർ സൈക്കിളിന്മേൽ, മറ്റുള്ളവർ സൈക്കിളിന്മേൽ. തപൻ ഭവാനി ബാബുവിനോട് പറഞ്ഞു, 2 വീലറിൻ്റെ വില എനിക്ക് തരുന്ന പണത്തിൽ നിന്നെടുക്കാം. ഇതും ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. ടൗണിലെ ജനങ്ങളുടെ ഗുഡ്വിൽ കിട്ടണമല്ലോ. എന്നിട്ടാണോ സബുജിനെ എടുത്തത്? പഴയ റിക്രൂട്ടുകളിൽ ഒരു ടൈഗർ ഒഴിച്ച് മറ്റാരുണ്ട് വിശ്വസ്തരായി? പെൺകുട്ടികളുടെ നേരെ വൃത്തികേടായി പെരുമാറിയിരുന്നവരെ കൂടെ കൊണ്ടു നടന്ന് ഇനി ഇവരെ ഇന്നാട്ടിലെ പെൺകുട്ടികൾക്കിനി പേടിക്കാനില്ല. അവർക്ക് ഒരു വിപത്തും വരില്ല എന്ന് പറഞ്ഞു നടക്കുകയോ? മദ്യഷാപ്പ് നടത്തിയിരുന്നവരെ കൊണ്ടുചെന്ന് ഷാപ്പും ചൂതുകളിയും നിർത്തലാക്കാനാകുമോ? അതുകൊണ്ട് നിനക്കു തന്നെ ലാഭം. ഞാൻ ആരാണ് ഭവാനി ചേട്ടാ? താങ്കളല്ലേ ബോസ്. എൻ്റെ ആഗ്രഹം നീ ബോസാകണമെന്നാണ്. ബോസ് തന്നെ ആവാം. ടെററിസം സൃഷ്ടിക്കാതെയും അതാവാം എന്ന് വിശ്വസിക്കുന്നു. നോക്ക്, നിന്റെ ഫ്രീ ഹാൻഡ് എവിടെയും എന്തിലും. അപ്പോൾ നോക്കിക്കോളൂ, 3-ാം നമ്പറും താങ്കളുടെ അനുഗതരായിത്തീരും. എൻ്റെ ദൈവമേ, ആരുടെ ഡെൻ ആണത്? അറിയില്ലേ? ആവട്ടെ, നമുക്ക് കാണാലോ. നീ എന്തിന് 2 വീലറിൻ്റെ വില തരുന്നു? അവർക്ക് കൊടുക്കാമത്. ഗിഫ്റ്റോ? അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരിക്കലും ഒന്നും കിട്ടാത്തവർ കുറച്ച് വല്ലതും കിട്ടുമ്പോൾ അലിയും. എൻ്റെ കാര്യത്തിൽ നിന്ന് എനിക്കറിയാം. അവർ എന്നും നന്ദിയുള്ളവരായിരിക്കും. താങ്കൾ എന്നെ വഴിയിൽ നിന്നെടുത്തുകൊണ്ടുവന്നു. ഞാനും വളരെ കൃതജ്ഞനാണ്. വെരി ഇൻ്റലിജൻറ്റ്. തപൻ ചെയ്തോ? തീർത്ഥനും കൂട്ടരും മിണ്ടാതാവും. താങ്കൾ സുധീൻ ബാബുവിൻ്റെ കൂടെ ഇത്ര അടുത്ത് പെരുമാറുന്നത് കണ്ട് അവരുടെ മനസ്സിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? പോളിസിയും അറിയാം നിനക്ക് എന്ന് തോന്നുന്നു. താങ്കളെ കണ്ടു പഠിച്ചതാ. എന്ത് മനസ്സിലാക്കി? കല്യാണ സമയത്ത് ചൊല്ലുന്ന മന്ത്രം പോലെ, എപ്പോൾ എങ്ങനെ അതേപോലെ കഴിയുക. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പം.
ലൈനിൽ നിലനിൽക്കണമെങ്കിൽ താങ്കളെ തന്നെ നോക്കി പഠിക്കണം. അത് നന്നായി. ഏതായാലും നിനക്ക് മനസ്സിലായല്ലോ. ദീനുവിന് എന്തെങ്കിലും കണ്ടു പഠിക്കാനുള്ള മനസ്സുണ്ടായിരുന്നില്ല. എല്ലാം അവൻ തന്നെ തിന്നു. ഒരംശവും തരാറില്ല? അതൊക്കെ നീണ്ട കഥ. പോട്ടെ. ലോകത്തിൽ നിന്നേ പോയവൻ്റെ കാര്യം ഇനി പറയേണ്ട. കൂടെ മലയനെ നിർത്തുന്നില്ലേ? വിശ്വാസം വരുന്നില്ല ചേട്ടാ. സത്യം പറയാമല്ലോ, നിന്റെ പിള്ളേരെല്ലാം ടോപ്പാണല്ലോ. അതൊക്കെ അങ്ങനെ തന്നെ. ഞാൻ അങ്ങനെയായിരുന്നു. അവരും എല്ലാം പഠിച്ചോളും. നീ ചെയ്യുന്നതിൽ തെറ്റില്ല തപൻ. സാമൂഹ്യ വിരോധികളെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. മുഴുവനും സാധിക്കുന്നില്ല. അതെ, അതുതന്നെ കാര്യം. നല്ലവർ കമ്പനിയിൽ ചേരുന്നു. എല്ലാവരും എല്ലാവർക്കും അറിയുന്നവർ. ഓ, ഏൽഡാങ്ങയിലെ മിഹിർ ബാബുവിനെ നോക്ക്. വലിയ കോൺട്രാക്ടറാണ്. കൽക്കത്തയിൽ ആപ്പീസുണ്ട്, കൃഷ്ണനഗറിൽ ആപ്പീസുണ്ട്. പാരുൾഡാങ്ങയിൽ മാത്രമല്ല, വേറെയും പലയിടത്തും ഏതാനും സുഖകേന്ദ്രങ്ങൾ തുറന്നു. നാഷണൽ ഹൈവേ റിപ്പയർ ചെയ്യുന്നു. ആളെ കണ്ടാൽ നിനക്ക് പറയാനാവില്ല എന്തുതരം മനുഷ്യനാണെന്ന്. ഇപ്പോൾ ശിലിഗുഡിയിൽ സർക്കാർ വക ക്വാർട്ടേഴ്സ് പണിയുന്നു. രജത് ബാബുവാണ് സിമൻറ്റ് കോൺട്രാക്ടർ. നല്ല ലൈനാണ് പിടിച്ചിരിക്കുന്നത്. കെങ്കേമൻ കോട്ടയാണ് നേടിയത്. കണക്കില്ലാതെ സമ്പാദിക്കുന്നു. അരുൺ സിംഗ് ആണെങ്കിൽ തനി രാജാവ്. സ്റ്റീലിൻ്റെ കോട്ട തട്ടിയെടുത്തു. റെയിൽവേ ലൈനിൻ്റെ പണി എന്നും നേടിയെടുക്കും. മോഹൻലാലിൻ്റെ വല്യച്ഛൻ്റെ മകൻ സോഹൻലാലിന് നമ്മുടെ ഈ ഭാഗത്തെ നോർത്ത് ബംഗാളിലെ എത്ര റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ ആ പണിയെല്ലാം കിട്ടുന്നു. ഇവരൊക്കെ നിലനിൽക്കുമോ? തീർച്ചയായും. രജത് ബാബു ചാകതക്കാരനാണ്. അരുണിൻ്റെ വീട് ബേൽഖരിയയിൽ. അവരൊക്കെ നഗരവാസികൾ തന്നെ. സോഹൻലാൽ കാച്ചറപാടയിൽ വസിക്കുന്നു. അദ്ദേഹത്തിന് ട്രാൻസ്പോർട്ട് കമ്പനിയും ഉണ്ടല്ലോ അല്ലേ? അത് വളരെ വലിയതാണ്. ഡൺലപ്പിൽ. കോൺഗ്രസിൽ തന്നെയാണ്. ഡൽഹിയിൽ നിന്നു തന്നെ അവർക്കൊക്കെ സഹായങ്ങൾ കിട്ടുന്നു. അവരില്ലെങ്കിൽ എന്തെങ്കിലും സാധിക്കുമായിരുന്നോ? സുധീൻ ബാബു. സിൻസിയറിറ്റിയുടെ ഒരു രഹസ്യം നിന്നോട് പറയട്ടെ. നീ നോക്കി വച്ചോ. ഈ സുധീൻ ബാബു എന്നും കോൺഗ്രസിന് വിരോധമായിട്ടാണ് നിന്നിരുന്നത്. ഇന്നും അങ്ങനെ തന്നെ. പണം എവിടെയുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിവില്ല. ഇവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വന്നിരിക്കുകയല്ലേ. ചെയ്യട്ടെ. എത്ര നാൾ നിലനിൽക്കുമെന്നറിയില്ല. അത്രയും സമയത്തിനുള്ളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു കഴിയണം. പണം ഉണ്ടാക്കിയവർ കൊടി മാറില്ലായിരിക്കും. കോൺഗ്രസിൽ ഇനിയും ധാരാളം തേനുണ്ട്. ടൈഗറിനൊരു വലിയ മോഹം. അറിയാം. ഹെവി ട്രക്ക് വേണം, സാമാനം കയറ്റിക്കൊണ്ടു നടക്കാൻ. പണം വേണം. ബാരക് കെട്ടിടത്തിൽ നിന്ന് അവന് എത്രത്തോളം കിട്ടും? അവനെല്ലാം കിട്ടിയേനെ. സോഹൻലാൽ തന്നെ കൊടുക്കുമായിരുന്നു. ടൈഗറിന് അത് മനസ്സിലാക്കാനായോ? അവനോട് ഞാൻ പറഞ്ഞു, നീ ചെന്ന് ധൻബാദിൽ എന്താ ചെയ്തത്? അയാളുടെ ആൾക്കാരെ ആക്രമിച്ചു വന്നു. എൻ്റെ കൂടെ ആയതുകൊണ്ട് ആക്ഷനൊന്നും എടുത്തില്ല. സോഹൻലാലിനു വേണ്ടി ഹൗറയിൽ ജോലി ചെയ്തു വരികയുണ്ടായി. ഞാനാണ് കൂട്ടിയേൽപ്പിച്ചത്. പക്ഷേ സ്വന്തം കാലിൽ സ്വയം കോടാലി വയ്ക്കണോ? എനിക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നീ ഫെയ്ത്ത്ഫുൾ ആയവനാണ്. എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ട സംഗതിയല്ല. മനസ്സിലാക്കണം. ചണ്ഡീഘാട്ടിൽ താങ്കൾ ജോലി ചെയ്യാൻ പോകുന്നുണ്ടോ? അതെ, ടൗൺ ഉണ്ടാക്കണം. സാറ്റലൈറ്റ് ടൗൺ. കമ്പനി വേണ്ട പോലെ വളർന്നു വന്നാൽ കൽക്കത്തയുടെ ചുറ്റും എത്ര ഗവൺമെൻറ് ഹൗസിംഗ് ഉണ്ടാകുമോ അവിടെയെല്ലാം ജോലി കിട്ടുമെന്നാകും. താങ്കൾ അവിടെ വീടുണ്ടാക്കുന്നുണ്ടോ? നമ്മൾ എല്ലാവരും ഉണ്ടാക്കും. ഒന്നറിഞ്ഞു വച്ചോ, മണ്ണിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കും, കുറയില്ല. തടാകത്തിൻ്റെ അടുത്തായി ഒരു വീട്. വയസ്സുകാലത്ത് കഴിയണ്ടേ? ഈ വീട് ചേട്ടത്തി അമ്മയുടെ പേരിലാക്കി ടൗണിലെ വീട് വിൽക്കും. ഒരു കാര്യം പറയട്ടെ? പറയ്. ഇത്ര നാണിക്കാൻ എന്താ? രവീന്ദ്രനാഥ ടാഗോർ എന്താ പറഞ്ഞിരിക്കുന്നത്? സങ്കോചം ദുർബലതയേക്കാളേറെ അപമാനമാണ്. എനിക്കറിയാം, എൻ്റെ ചേട്ടന്മാർ നല്ലപോലെ പഠിച്ചവരാണല്ലോ. ഞാൻ മാത്രം പഠിപ്പില്ലാത്തവൻ. എന്താ പറയാൻ വന്നേ? ടൗണിലെ ബസാറിനടുത്ത് ഒരു പാർക്ക് നന്ദുബാബു ഉണ്ടാക്കിയില്ല. കമ്പനി വകയായി അത് വളച്ചുകെട്ടി വൃത്തിയാക്കി കുറച്ച് പൂച്ചെടികൾ വച്ചു പിടിപ്പിക്കണം. വെള്ളത്തിന് ഒരു പൈപ്പും കമ്പനി ടൗണിനായി ഡൊണേറ്റ് ചെയ്യണം. നോക്കി നടത്തിക്കൽ മുനിസിപ്പാലിറ്റി ചെയ്യട്ടെ. അതുകൊണ്ട് ടൗണിൽ കമ്പനിയുടെ ഗുഡ്വിൽ അധികമാകും.
കാര്യം വളരെ നല്ലതു തന്നെ. ആ സ്ഥലത്തൊരു പാർക്കുണ്ടാവുകയില്ല. മീറ്റിംഗ്, യാത്രാ പരിപാടി എന്നിവയുണ്ടാകും. എന്നാലും നോക്കാം. അവരോട് പറയാം. എൻ്റെ വീട് എന്താ കാണാൻ പോകുന്നതെന്നറിയോ? നിനക്ക് ആലോചിക്കാൻ പോലും കഴിയുമോ? എന്ത് ചെയ്യാൻ പോകുന്നു? നഴ്സിംഗ് ഹോം. ഡോക്ടർ മല്ലിക് പിന്നാലെ കൂടിയിരിക്കുന്നു. ലീസിനെടുക്കാമെന്ന്. റിന്യൂ ചെയ്യണം. ടൈഗർ എങ്ങോട്ട് പോകും? ആലോചിക്കണം. അവർക്കും ഹൗസിംഗ് പ്രശ്നമുണ്ടാകും. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഹൗസിംഗ് ഒരു വലിയ പ്രശ്നമാവും. ആദ്യം തന്നെ നവലെ ചാണ്ടിഘാട്ടിലേക്കാണോ പോകുന്നത്? ഒരുമിച്ച് 2 പ്രോജക്റ്റ്. അങ്ങാടിയിൽ പരസ്യം ചെയ്യണം. സ്റ്റേഷന്റെ മറുവശത്ത് 10 ഏക്കർ ഭൂമിയിൽ ഒരേപോലെ 4 കെട്ടിടം. ഓരോന്നിലും 4 നില. ഓരോ കെട്ടിടത്തിൽ 12 ഫ്ലാറ്റുകൾ വീതം. ആനന്ദ് തലപാത്ര പബ്ലിസിറ്റി ചെയ്യും. പ്ലാൻ എല്ലാം നിന്റെ അടുത്തെത്തും. താങ്കൾക്ക് നന്ദി പറയാൻ വന്നതാണ്. നന്ദി അറിയിക്കത്തക്ക ഒന്നുമില്ല. ഇനി ഈ വീട്ടിൽ എന്നെ കാണാൻ ഇനി വരരുത്. എനിക്ക് ജോലി തുടരണം. താങ്കൾ അന്ന് വേണ്ടതു ചെയ്തു തന്നില്ലായിരുന്നുവെങ്കിൽ. ശരി ശരി. നിങ്ങൾക്കിവിടെ ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ വീരുവിൻ്റെ അമ്മയോട് പറഞ്ഞാൽ മതി. അതല്ലെങ്കിൽ വസുന്ധര ആഫീസിൽ വീരുവിനോടോ മറ്റാരോടുമെങ്കിലോ. ഇവിടെ പാടില്ല. അതോർത്തോളാം. നമസ്കാരം. നമസ്കാരം. സുമന പോയി. അമ്മ കഥ കടച്ചു. തപൻ പറഞ്ഞു, ഇവർക്കൊന്നും അറിയില്ല. ഈ വീട്ടിലേക്ക് വന്നാൽ എൻ്റെ ശത്രുക്കളും ധാരാളമുണ്ട്. അവൾ ഇവിടെ വരുന്നതിനും അവളെ ആക്രമിച്ചേക്കാം. പെൺകുട്ടികളെ കീഴിലാക്കാൻ വളരെ എളുപ്പമാണ്. അമ്മ ദീർഘനിശ്വാസം വിട്ട് പറഞ്ഞു. ശത്രുക്കളുണ്ട് തീർച്ച. പക്ഷേ നല്ലതു പറയാനും ധാരാളം പേരുണ്ട്. അതൊക്കെ പോട്ടെ അമ്മേ. അങ്ങനെ കളയാൻ പറ്റില്ല. ഞാൻ ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും പൂജയ്ക്ക് കൊടുക്കുന്നുണ്ട്. നിന്റെ ആപത്തെല്ലാം പതുക്കെ പതുക്കെ നീങ്ങിക്കോളും. റാണാഘട്ടിൽ പോയിരുന്നോ? ഉവ്. സുഖു പറഞ്ഞു. ഗ്രാമത്തിൽ ഈ ടൗണിന് പുറത്ത് നിലം കിട്ടാനുണ്ട്. അതും 5 ഏക്കറിന് 5000 രൂപ. നോക്കട്ടെ. നീ എന്താ വിചാരിക്കുന്നത്? അമ്മ കണ്ണു ഡോക്ടറെ കണ്ണ് കാണിച്ചോ? ഈ ബുധനാഴ്ച പോകണം. നിന്റെ അച്ഛന് വയറുവേദന. എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യൂ. എന്നോട് പറയേണ്ട കാര്യം എന്താ അമ്മേ? എന്തെങ്കിലും കഴിക്കണോ? വേണ്ട എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ദുഃഖം തോന്നും. എന്നാലും തപൻ പറഞ്ഞു, ഇന്നൊന്നും വേണ്ട അമ്മേ, ജോലിയുണ്ട്. റാണാഘട്ടിൽ ഭുഗുവും വന്നിരുന്നു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നുണ്ടല്ലോ. നന്നായി. അമ്മ പണം വച്ചോളൂ. അമ്മേ, പണം ബാങ്കിലിട്ടേക്കോ? ഞാൻ നിനക്കൊരു സാധനം തരട്ടെ? തരണ്ട അമ്മേ. എന്തിനാണ് അമ്മ തരുന്നത്? എനിക്കറിയാം. എനിക്കതിലൊന്നും വിശ്വാസമില്ല. അമ്മ ഒന്നും പറയാതെ കുറച്ചുനേരം ഇരുന്ന ശേഷം പറഞ്ഞു, സബുജ് ഇവിടെ വരാറുണ്ട്. വരാറുണ്ടോ? അവൻ എന്നെ നല്ലപോലെ നോക്കുന്നുണ്ട്. പൂവും കൂവളത്തിലയും എൻ്റെ കിടക്കച്ചുവട്ടിൽ വയ്ക്കുന്നു. അവൻ തന്നെ ഭക്ഷണം പാചകം ചെയ്തു തരുന്നു. അമ്മ ദീർഘശ്വാസം വിട്ട ശേഷം പറഞ്ഞു, അവരൊക്കെ നിന്നെ നോക്കും. നീ അവർക്ക് ജോലിയാക്കി കൊടുത്തില്ലേ? പക്ഷേ നീ നിന്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടോ? അമ്മേ, അമ്മയ്ക്കെല്ലാം അറിയില്ലേ. ഞാൻ എന്നേ വീട് വിട്ടു പോയി. തോന്നിയിടത്തെല്ലാം അടിപിടി കൂടി. അറിയാം. എത്ര ശകാരിച്ചിരിക്കുന്നു. ഇപ്പോൾ എല്ലാം ഓർത്ത് ദുഃഖിക്കുന്നു. അമ്മയ്ക്കെന്തു ചെയ്യാനാവും? വീട്ടിൽ ഈ സ്ഥിതി. ജോലിയില്ലാത്ത മകൻ. അമ്മയുടെ ശകാരവാക്കുകളൊന്നും എൻ്റെ മനസ്സിലില്ല. ഞാൻ എന്താ പറയുന്നതെന്നോ ഞാൻ എന്താണ് ആരാണ് എന്ന് അമ്മയ്ക്കറിയാമല്ലോ. അമ്മ എന്നെപ്പറ്റി വിഷമിക്കേണ്ട. അതുകൊണ്ടൊരു ഫലവുമില്ല. ഞാൻ ആഗ്രഹിച്ചാലും എനിക്കിതിൽ നിന്ന് പിന്തിരിയാനാവില്ല. മറ്റാരെങ്കിലും അല്ലെങ്കിൽ പോലീസ് എന്നെ വീഴ്ത്തും. പോലീസോ? അതെ അമ്മേ. ആക്രമിച്ച് കഴിയുന്നവർക്കും മരിക്ക തന്നെ വേണം. വിട്ടുപോരുന്നവർക്ക് കൂടുതൽ ആപത്ത്. അതുകൊണ്ടല്ലേ അമ്മേ എങ്ങനെ ജീവിക്കാൻ കഴിയും? അങ്ങനെ ആവുന്നത്ര ജീവിക്കാൻ ശ്രമിക്കുന്നത്. എങ്ങനെ സ്വയം രക്ഷിക്കാനാവുമെന്ന് നോക്കിയല്ലേ? നോക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതൊന്നും വാസ്തവമായി തീരുന്ന കാര്യമല്ല എന്ന് തപൻ അറിയാം. എങ്കിലും സ്വയം വിശ്വാസം തേടുന്നു. ഒപ്പം അമ്മയ്ക്കും ആശ്വാസം നൽകുന്നു. ഒരു കാര്യമാവാം, ധാരാളം പണം സമ്പാദിച്ച ശേഷം ഈ ലൈനും നാടും വിട്ട് മറ്റെവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലായി. എന്നാൽ അങ്ങനെ ചെയ്ത ശേഷം നീ ജീവിച്ചിരിപ്പുണ്ട് എന്ന് അറിഞ്ഞാൽ മതി. എത്ര ദൂരെയാണെങ്കിൽ പോലും നിന്നെ ഞാൻ നേരത്തെ കണ്ട പോലെ കണ്ടിരിക്കുന്നുണ്ടാവും. ഇടയ്ക്ക് ഒന്നും ചിന്തിക്കാറില്ല. തിരിച്ചു വരികയാണെങ്കിൽ
എത്രയൊക്കെ ആയാലും അമ്മയല്ലേ. ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ വെന്ത് കൂടുതൽ ചൂളയ്ക്കു വെച്ച ഇഷ്ടികയായി തീർന്നു. അതിനാൽ തപനോട് പറഞ്ഞു, എങ്കിൽ ഇനി നീ ഇറങ്ങ്, രാത്രി അധികം വൈകിക്കേണ്ട. തപൻ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് കൈ കടത്തി. ഉണ്ട് റിവോൾവർ. കാലിന്മേൽ സ്ട്രാപ്പ് കൊണ്ട് കെട്ടിവച്ചിരിക്കുന്ന കത്തിയും എപ്പോഴുമുണ്ട്. ബംഗ്ലാദേശ് സ്വതന്ത്രമാകാനുള്ള യുദ്ധത്തിനു ശേഷം അസ്ത്രങ്ങളും വേണ്ടതിലധികമായിരിക്കുന്നു. സബൂജിനെയും എല്ലാം പഠിപ്പിക്കണം. അവർക്കും ഓരോന്ന് കൊടുക്കണം. പഠിക്കേണ്ടിയൊന്നും വരില്ല. അറിയാം. അവർക്കൊക്കെ എല്ലാം അറിയാതിരിക്കുമോ? ടൈഗർ അന്ന് പറഞ്ഞതെന്താ? ബോർഡർ കയ്യിലായിരുന്നെങ്കിൽ അവിടെ ഇപ്പോൾ ആയുധങ്ങളുടെ സ്മഗ്ലിംഗ് ധാരാളം പണമുണ്ടാക്കുന്നു. നല്ലപോലെ സമ്പാദിക്കാം. തപൻ അതും ചെയ്യില്ല എന്ന് ആരറിഞ്ഞു? തപൻ എണീറ്റു. കമ്പനിയെ ഒരു നിലയിലെത്തിക്കണം. പണം ഇപ്പോൾ ഭൂമിയിലാണമ്മേ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. കമ്പനി നല്ലപോലെ ഉയർന്നു. ഇത്ര വേഗം ഈ നിലയിലെത്തിയത് തപന് ഒരു മിറക്കിൾ പോലെ തോന്നി. ജോലി കൂടുതലായതിനാൽ ദീനുബാബുവിൻ്റെ ഔട്ട് ഹൗസ് പോരാതെ വന്നു. ശരിയായ വീട്ടിലേക്കു തന്നെ എല്ലാവരും മാറി. ആ വീട്ടിലും ചെറു മരാമത്തുകൾ ചെയ്തു. പുതിയ ചായമിട്ടു. കൊളാപ്സിബിൾ ഗേറ്റ് വച്ചു. വീടാകെ പുതുക്കി. ഔട്ട് ഹൗസ് ഇപ്പോൾ ആനന്ദ തലാപാത്രയുടെ ആപ്പീസാണ്. ശരിയായ ആപ്പീസ് ദീനുബാബുവിൻ്റെ വീട്ടിലേക്കായപ്പോൾ തപൻ്റെ താമസം മുകളിലെ നിലയിലേക്കായി. പ്രത്യേക സുരക്ഷാ വ്യവസ്ഥകൾ ചെയ്തു. ആനന്ദ തലാപാത്ര കൽക്കത്തയിൽ നിന്ന് ഇടയ്ക്ക് വരും. എന്തുകൊണ്ടെന്നാൽ കൽക്കത്തയിൽ താമസിച്ചു വേണം വിജ്ഞാപനങ്ങൾ ചെയ്യാൻ. കൽക്കത്തയിലെ വസുന്ധര ആപ്പീസ് ആനന്ദിൻ്റെ വീട്ടിൽ തന്നെ. വീടിൻ്റെ വിലാസം കൊടുത്ത് അതാണ് സിറ്റി ബുക്കിംഗ് ആപ്പീസ് എന്ന് എല്ലാവരെയും അറിയിച്ചിരിക്കുന്നു. സ്റ്റേഷൻ്റെ മറുവശത്ത് വസുന്ധര ഹൗസിങ്ങിൻ്റെ പ്രോജക്റ്റ് മാപ്പ്. നകുൽ നഗറിൽ വരാൻ പോകുന്ന വസുന്ധര ഉപനഗരത്തിൻ്റെ വളരെ വലിയ വിജ്ഞാപനം. ഇവയെല്ലാം ആരുടെ കണ്ണുകളെയും ആകർഷിക്കുന്ന തരത്തിലാണ്. ഭവാനി ബാബു പറയുകയുണ്ടായി, വീടും ഫ്ലാറ്റും കിട്ടാൻ ആളുകൾ ഭ്രാന്ത് പിടിച്ചോടും.